ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലസ് വണ്ണിന്റെ ആദ്യത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഫസ്റ്റ് പേജിൽ അതിന്റെ ആ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കിടക്കുന്ന ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ യൂണിറ്റിൽ എന്തിനെ കുറിച്ചാണ് എന്നൊക്കെ എന്ത് ചെയ്യും, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു തുടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ത് ചെയ്യും തരുമായിരുന്നു. അപ്പൊ ആ ഇൻട്രൊഡക്ടറി പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഓവറോൾ മീനിങ് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു കണ്ടതാണ് അല്ലെ. ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ യൂണിറ്റ് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും അല്ലെ, ദിസ് യൂണിറ്റ് ഈസ് അബൌട്ട് ഹൗ ടു ബിക്കം ഗ്രേറ്റ്, എങ്ങനെ മഹാനാകാം എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് കുറേ മഹത്തായിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ടുള്ള അല്ലെ, മഹത്തായിട്ടുള്ള ഒരുപാട് മഹാന്മാരുടെ ജീവിതം നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ പരിചയപ്പെടുന്നു അല്ലെ. ആൻഡ് നമ്മൾ അവിടെ എക്സാംപ്ലിഫൈ ചെയ്തുകൊണ്ട് അവരെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ലൈഫിൽ നമ്മൾ സക്സസ് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുകയാണ്, ശ്രമിക്കുകയാണ്. മാത്രമല്ല നമ്മൾ അങ്ങനെ ശ്രമിക്കുന്നതിലൂടെ നമ്മൾ മറ്റുള്ളവർക്കും എന്തായിട്ട് തീരുന്നു, ഒരു മോഡലായിട്ട്, ഒരു റോൾ മോഡലായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യൂണിറ്റ് എന്ത് ചെയ്യുന്നത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതാണ്, മാർക്ക് കുറഞ്ഞ് ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് പ്ലസ് വണ്ണിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ആ ഡെസ്പറേഷൻ മാറ്റാനായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. അപ്പൊ നമുക്ക് സക്സസ് മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. ലൈഫിലും ഒരുപാട് നമ്മൾ ഫെയിലുവർ നമ്മൾ ഫേസ് ചെയ്യേണ്ടവര്, ആ ഫെയിലുവറിനെ എല്ലാം നമ്മൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. അത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല ഒരു റിസൾട്ട് നാളെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ലൈഫിൽ ലഭിക്കുകയുള്ളൂ അല്ലെ. അപ്പോൾ ഫെയിലുവർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. തോൽവി എന്ന് പറയുന്നത് ടു സക്സസ് അല്ലെ. ഫെയിലുവർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അങ്ങനെ ചവിട്ടുപടിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ ആ യൂണിറ്റില് നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടിലെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞ ഈ യൂണിറ്റിൽ എന്താണ് അല്ലെങ്കിൽ ഈ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് എന്ന് പരിചയപ്പെട്ടതിന് ശേഷം ആദ്യത്തെ അനക്ഡോട്ട് ആയിട്ടുള്ള എബ്രഹാം ലിങ്കന്റെ ആദ്യത്തെ അല്ലെ, എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയുന്ന ഫസ്റ്റ് സ്പീച്ച് എന്ന പേരുള്ള ആദ്യത്തെ അനക്ഡോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കുക. അപ്പൊ ആ ചാപ്റ്ററിൽ തന്നെ അപ്പൊ ഇതെന്തിന് ഞാൻ ഇൻട്രൊഡക്ഷണറി പാർട്ടിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കുറെ എന്താണ് പുതിയ പുതിയ വാക്കുകൾ, അതുപോലെ തന്നെ ഈ സ്റ്റോറികൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, അതിലെടുത്ത് പ്രയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത്തരം ഇഡിയംസ്, ഇത്തരം ശൈലികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രേസുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പ്രയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡക്ടറി പാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. അപ്പൊ ജസ്റ്റ് യൂണിറ്റിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ വെറുതെ ചാപ്റ്റർ പഠിച്ചു പോയിട്ട് എന്തില്ല കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സക്സസ് എന്ന് പറയുന്നത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് പെർസിവറൻസ് എന്ന് പറഞ്ഞു അല്ലെ. എന്താണ് പെർസിവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂയിങ് ഹാർഡ് വർക്ക്, കൃത്യമായിട്ടുള്ള സ്ഥിരമായ എന്താണ് പരിശ്രമത്തിന്റെ ഫലമാണ് ഏതെന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത്. സോ യു മസ്റ്റ് ടേക്ക് അല്ലെ, യു മസ്റ്റ് ട്രൈ അല്ലെ, യു മസ്റ്റ് ടേക്ക് എഫോർട്ട്. എന്താണ് സ്ഥിരം അല്ലെ, യൂഷ്വലി യു മസ്റ്റ് ടേക്ക് എഫോർട്ട്. നിങ്ങൾ സ്ഥിരം നിങ്ങൾ എന്ത് ചെയ്തേ പറ്റും, എഫോർട്ട്, പരിശ്രമം നിങ്ങൾ എടുത്തേ പറ്റും. ഓക്കെ, നോക്കുക. സോ ആൻഡ് പിന്നീട് നമ്മളപ്പോ ഈ യൂണിറ്റ്, ദിസ് യൂണിറ്റ് അല്ലെ, അത് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് ആൻ അനക്ഡോട്ട് ഫ്രം ദി ലൈഫ് ഓഫ് എബ്രഹാം ലിങ്കൺ, ഹിസ് ഫസ്റ്റ് സ്പീച്ച്. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റില് എബ്രഹാം ലിങ്കന്റെ ജീവിതത്തെ കുറിക്കുന്ന ഒരു അനക്ഡോട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, അതാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദിസ് യൂണിറ്റ്, ഈ യൂണിറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്താണ്, ആൻ അനക്ഡോട്ട്, ഒരു അനക്ഡോട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഹൂ, എവിടുന്നാണ് എടുത്തിരിക്കുന്നത്, എവിടുന്നാണ് എടുത്തിരിക്കുന്നത്, ഫ്രം എബ്രഹാം ലിങ്കൻസ് ലൈഫ്. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റ്മാൻ അല്ലെ, എന്താണ് പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പേരെന്ന് പറയുന്നത്, അപ്പൊ ആ യൂണിറ്റിന്റെ പേര് ഫസ്റ്റ് സ്പീച്ച് എന്നാണ് ആ യൂണിറ്റിന്റെ പേര്. ഇറ്റ് ഈസ് എ സ്റ്റോറി ബൈ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ലിയം ഓഫ് ലാഹർട്ടി. അപ്പൊ ലിയം ഓഫ് ലാഹർട്ടി എന്ന് പറയുന്ന ഓഥർ, എഴുത്തുകാരൻ എഴുതിയ ഒരു കഥയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എബ്രഹാം ലിങ്കന്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് പേര് ബയോഗ്രഫി, എബ്രഹാം ലിങ്കന്റെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്സ്. അതിൽ ലിയം ഓഫ് ലാഹർട്ടിയുടെ കമ്പോസിഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഈ അനക്ഡോട്ട് ആയിട്ടുള്ള എബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന പേരുള്ള അനക്ഡോട്ട്. അപ്പൊ അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അത് മാത്രമല്ല പിന്നെ ഈ ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ളത് ഹിസ്
ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സോറി വൺ സെക്കൻഡ് അല്ലെ എറർ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് അവിടെ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ശ്രദ്ധിച്ചില്ല. എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ നിന്നെടുത്ത എർബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ലിയം ഓ ഫ്ലാഹർട്ടിയുടെ ഒരു സ്റ്റോറി, ഒരു കഥ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു അനക്ഡോട്ട് ആണ്. പിന്നെ ലിയം ഓ ഫ്ലാഹർട്ടിയുടെ എന്താണ് ഒരു കഥ പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് ഹിസ് നെയിം ഈസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പേരുള്ള ഒരു കഥ, ഒരു സ്റ്റോറി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരു സീഗളിന്റെ കഥയാണ്. ആ സീഗളിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എടുക്കാൻ വളരെയധികം പ്രയാസം അല്ലെ അത് അനുഭവിച്ചിട്ടുണ്ട്. അതായത് അത് പറന്നുയരാനായിട്ട് അതിന് ആദ്യമേ പറ്റിയിരുന്നില്ല. അതിന്റെ സഹോദരങ്ങളും സഹോദരിയൊക്കെ പറന്നുയർന്ന് അവര് ഫിഷിങ്ങിനായിട്ട് മറ്റുമൊക്കെ പോകുന്ന സമയത്തും ആ സീകളിൽ എന്ത് ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കുകയാണ്. അതായത് അതിന് പറക്കാൻ സാധിക്കാതെ അത് പേടിച്ച് എന്താണ് ആ കുന്നിന്റെ മുകളിലിരിക്കുന്ന ആ സീകളിൽ ഒരു കഥ പറയുന്നതാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കഥ. അത് എഴുതിയിരിക്കുന്നത് ലിയം ഓ ഫ്ലാഹർട്ടിയാണ്. പിന്നീട് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രസംഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഐ വിൽ ഫ്ലൈ എന്നാണ് ആ പ്രസംഗത്തിന്റെ പേര്. പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈൽ, ജീവചരിത്രം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ് അല്ലെ, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് അല്ലെ 7ാം ക്ലാസ് സംതിങ് ആയിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അല്ലെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതില് അവിടെ പറയുന്നുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലെ. വളരെ പ്രസിദ്ധനായിട്ടുള്ള എന്താണ് അദ്ദേഹം എന്ത് ചെയ്ത ഒരു ഫിസിഷ്യനും മാത്തമാറ്റീഷ്യനും ഒക്കെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം എന്താണ് ഒരുപാട് തിയറി, ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ ഒരുപാട് തിയറീസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയുള്ള ആ സയന്റിസ്റ്റ്, പക്ഷെ അദ്ദേഹം ഒരുപാട് ചലഞ്ചസ് ലൈഫിൽ, ഒരുപാട് ന്യൂറൽ ഡിസോർഡർ അദ്ദേഹത്തിനുണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ലൈഫിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രൊഫൈല്, ഡീറ്റെയിൽ പ്രൊഫൈലാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, സോ പിന്നെ റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഒരു കവിത, ഇഫ് എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഒരു കവിതയും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ മൊത്തം നിങ്ങൾക്ക് 4 ചാപ്റ്ററുകളാണ് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, ആദ്യത്തെ ചാപ്റ്റർ എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത ഒരു അനക്ഡോട്ടാണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോറൽ കണ്ടന്റ് ഉള്ള, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ചെറിയ സ്റ്റോറീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനക്ഡോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. മോറൽ കണ്ടന്റ് ഉള്ള ചെറിയ സ്റ്റോറീസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനക്ഡോട്ട് എന്ന് പറയുന്നത്. മോറൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ മൂല്യം കേട്ടോ, ധാർമ്മികമായിട്ടുള്ള മൂല്യം ഉൾക്കൊണ്ടിട്ടുള്ള ചെറിയ കവിതകൾ, ചെറിയ കഥകളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, അനക്ഡോട്ട് എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞു 9ാം ക്ലാസ്സിൽ പഠിച്ച സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ എക്സാമ്പിൾ ഓഫ് അനക്ഡോട്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ പഠിക്കുന്നു അനക്ഡോട്ട്. ആരുടെ ജീവിതത്തിൽ നിന്നുള്ള, എബ്രഹാം ലിങ്കന്റെ ലൈഫിൽ നിന്നെടുത്ത ഒരു അനക്ഡോട്ട്, ഒരു ഇൻസിഡന്റ്, ഒരു സാഹചര്യമാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. പിന്നെ പഠിക്കാനായിട്ടുള്ള എന്തായിരുന്നു, ലിയം ഓ ഫ്ലാഹർട്ടി എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥ പഠിക്കാനായിട്ടുണ്ട്. ഇറ്റ്സ് എ സ്റ്റോറി, സിംപ്ലി ഒരു സ്റ്റോറിയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥയാണ്. അതിലും കുറച്ച് മോറൽ വാല്യൂസ് എത്തിയിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുള്ള. അപ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നീട് APJ അബ്ദുൽ കലാമിന്റെ ഒരു സ്പീച്ച്, പ്രസംഗം, ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് പഠിക്കണം. പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈൽ ആയിട്ടുള്ള എ ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവചരിത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ഇഫ് എന്ന പേരുള്ള ഒരു കവിത, റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഇഫ് എന്ന പേരുള്ള ഒരു കവിതയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ 4 ചാപ്റ്ററുകൾ അടങ്ങുന്ന യൂണിറ്റാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കുക. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ഈ യൂണിറ്റുമായിട്ട് സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് സ്പീച്ച് തയ്യാറാക്കാനോ അല്ലെങ്കിൽ എന്താണ് നറേഷൻ തയ്യാറാക്കാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന പോയിന്റുകളാണ് ഇനി പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. It means this unit aims, ഈ യൂണിറ്റ് ലക്ഷ്യമിടുന്നത് at equipping the learners to face the challenges of life with courage കേട്ടോ. അപ്പൊ ഈ യൂണിറ്റ് ലക്ഷ്യമിടുന്നത് എന്തിനെ കുറിച്ചാണ്, equipping the learners to face the challenges of life, ജീവിതത്തിലെ വെല്ലുവിളികൾ. ചലഞ്ച് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വെല്ലുവിളികൾ അല്ലെ, challenges of life, ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ ലേണേഴ്സിനെ, അതായത് വായനക്കാരെ എന്ത് ചെയ്യുന്നു,
അവരെ എക്യുപ്പ് ചെയ്യുന്നു, അവരെ എന്ത് ചെയ്യുന്നു, അവരെ മെനഞ്ഞെടുക്കുന്നു. എക്യുപ്പ് ചെയ്യുക, മെനഞ്ഞെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അവരെ മെനഞ്ഞെടുക്കുകയാണ്, ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ മെനഞ്ഞെടുക്കുന്നു. എങ്ങനെ നേരിടുന്നത്? വിത്ത് കറേജ്, ധൈര്യത്തോടുകൂടി, കോൺഫിഡൻസോടുകൂടി, ആൻഡ് പെർസിവറൻസ്. നേരത്തെ പറഞ്ഞ പെർസിവറൻസ്, പെർസിവറൻസ് കണ്ടിന്യൂസ് ഹാർഡ് വർക്ക്, സ്ഥിരമായിട്ടുള്ള പരിശ്രമം, സ്ഥിരമായ പരിശ്രമത്തിലൂടെയും ധൈര്യത്തിലൂടെയൊക്കെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ വായനക്കാരെ സജ്ജമാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യൂണിറ്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ്. ഈ യൂണിറ്റ് എന്തിനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? വായനക്കാരെ പെർസിവറൻസിലൂടെയും കോൺഫിഡൻസിലൂടെയും കറേജിലൂടെയും അതൊക്കെ കൂടെ അതുകൊണ്ട് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൊണ്ട് വായനക്കാരെ എന്ത് ചെയ്യുന്നു? ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സജ്ജമാക്കുന്ന യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കുക. while doing so, ഇത്തരത്തിൽ വായനക്കാരെ സജ്ജമാക്കുന്നതിലൂടെ they must uphold the values of life. ജീവിതത്തിലെ മൂല്യങ്ങൾ, മൂല്യങ്ങൾ, ജീവിതത്തിൽ പല പല മൂല്യങ്ങളുണ്ട്. അത്തരം മൂല്യങ്ങളെ അപ്ഹോൾഡ് ചെയ്യുക, ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ്, കറേജ്, പെർസിവറൻസിന്റെ ഉണ്ടെങ്കിൽ എന്താണ്, ജീവിതത്തിലെ പല മൂല്യങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. അപ്പൊ അതിനെ കൂടെ പ്രാപ്തിയാക്കുകയാണ് ഈ യൂണിറ്റിന്റെ ലക്ഷ്യം. Unit also aims at building confidence in leaders to use English effectively. നമ്മൾക്ക് ഒരുപാട് ഗ്രാമർ പാർട്ടുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇംഗ്ലീഷ് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ യൂണിറ്റ് തയ്യാറാക്കുന്നു. അല്ലെങ്കിൽ ഈ യൂണിറ്റിന് അങ്ങനെയും ഒരു ലക്ഷ്യം ഉണ്ട്. Also aims at building confidence. ധൈര്യപൂർവ്വം, പലപ്പോഴും ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ എന്താണ്, കോൺഫിഡൻസ് കുറവാണ്. കാരണം നമ്മൾ പറഞ്ഞു പോയാൽ തെറ്റിപ്പോകുമോ, നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാകുമോ, മറ്റുള്ളവർ കളിയാക്കുമോ എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസിന്റെ കുറവ് ഉണ്ട്. അപ്പൊ ആ ഒരു കുറവ് നികത്താൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് സഹായിക്കുമെന്ന്, ഈ ഒരു ചാപ്റ്റർ സഹായിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു യൂണിറ്റ് സഹായിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, so and help them acquire a strong linguistic foundation that will improve the application of the language in other contexts. അപ്പോൾ മറ്റ് സാഹചര്യങ്ങൾ, കണ്ടെക്സ്റ്റ് മീൻസ് എന്താണ്? കോണ്ടെക്സ്റ്റ് മീൻസ് സാഹചര്യം, മറ്റ് സാഹചര്യം, ജീവിതത്തിന്റെ മറ്റ് സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അപ്ലൈ ചെയ്യാൻ, അല്ലെ, അത് ഇംപ്രൂവ് ചെയ്യാൻ, അപ്ലൈ ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് ഫൗണ്ടേഷൻ, ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക്, റിലേറ്റഡ് ടു ലാംഗ്വേജ് എന്നാണ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഭാഷാപരമായ ഒരു അടിസ്ഥാനം, ഫൗണ്ടേഷൻ നിങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാനും ഈ യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യും? തയ്യാറാക്കും. അപ്പൊ ഈ യൂണിറ്റ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ ആൾമോസ്റ്റ് ഒരു +1 വിദ്യാർത്ഥിക്ക് +1 എന്ന് പറയുന്ന +1 എന്ന് അല്ലെങ്കിൽ +1 +2 ഇംഗ്ലീഷ് എങ്ങനെയാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റും. അവിടുത്തെ ഗ്രാമർ പാർട്ട് എത്രത്തോളം എന്താണ് നമ്മൾ ഇംപ്രവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര പ്രയോറിറ്റി കൊടുത്ത് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഇൻട്രോ ആണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി യൂണിറ്റ്. യൂണിറ്റിനെ കുറിച്ച് അത്രയാണ് പറയുന്നത്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിലെ കണ്ടന്റ് എന്താണ് എന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം പഠിക്കാനായിട്ടുള്ളത് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റ്സ്മാൻ ആയ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ അദ്ദേഹത്തെ കുറിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എബ്രഹാം ലിങ്കനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണക്കാരനായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു ആര്? എബ്രഹാം ലിങ്കൺ. അപ്പൊ അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്? അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം തന്നെ ഓവർകം ചെയ്തുകൊണ്ട്, അതിജീവിച്ചുകൊണ്ട് ലൈഫിലെ ഒരു വലിയ പദവി, അമേരിക്കയിലെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമേരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്ക എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നേഷനാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള നേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ. മോറോവർ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലേവറി, അടിമത്വം എന്ന് പറയുന്ന വളരെ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആഫ്രിക്കക്കാരെ സ്ലേവ്സുകളായിട്ട് അമേരിക്കയിൽ കുറെ കാലം എന്ത് ചെയ്യുന്നുണ്ട്? അവർ അടക്കി ഭരിച്ചിട്ടുണ്ട്, വൈറ്റ്സ്. അപ്പൊ അതിനൊക്കെ എതിരെ, അപ്പൊ ഇപ്പോഴും അതിന് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്, അല്ലെ, ഇക്വാലിറ്റിക്ക് വേണ്ടി അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്കൊക്കെ അമേരിക്കയിൽ ധാരാളം റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ കുറിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ അടുത്തിടയ്ക്ക് വരെ സംഭവിച്ചിട്ടുണ്ട്. എനിവേ,
അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ, അപ്പൊ ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരു പ്രസിഡന്റും കൂടിയാണ് ആരെന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എബ്രഹാം ലിങ്കന്റെ പദവി, പൊസിഷൻ എന്ന് പറയുന്നത് വളരെ എന്താണ്, വാസ്റ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. അത്രയും മഹത്തായിട്ടുള്ള എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിന്റെ ലൈഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇൻസിഡന്റ്, അതാണ് ഈ അനക്ഡോട്ടിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് അനക്ഡോട്ട് എന്നറിയാം? ഷോർട്ട് സ്റ്റോറി കണ്ടെയ്നിങ് എ മോറൽ വാല്യൂ. ഒരു മോറൽ വാല്യൂ, ധാർമ്മികമായ മൂല്യം അടങ്ങിയിട്ടുള്ള ചെറിയ സ്റ്റോറി, ചെറിയ കഥകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനക്ഡോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥയ്ക്ക് ഒരു ധാർമ്മികമായ ഒരു മോറൽ വാല്യൂ ഒളിഞ്ഞു കിടക്കുന്നു. അപ്പൊ എന്താണ് ആ മോറൽ വാല്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എബ്സ് ഫസ്റ്റ് സ്പീച്ച്. എബ് മീൻസ് എർബ് എന്ന് പറയുന്ന ആ വാക്ക് എബ്രഹാം ലിങ്കന്റെ ഷോർട്ടാണ്. എബ് എന്ന് പറയുന്നത് എബ്സ് ഫസ്റ്റ് സ്പീച്ച്, എബ്രഹാം ലിങ്കന്റെ ആദ്യത്തെ പ്രസംഗം. ഓക്കെ, ആദ്യത്തെ പ്രസംഗം നോക്കാം. എബ്രഹാം ലിങ്കൺ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ്മാൻ. അപ്പൊ അവിടെ പറയുന്നുണ്ട് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്, അല്ലെ, അപ്പോ അമേരിക്കയിലെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ്മാനിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്. അപ്പൊ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മീൻസ് ഒരുപാട് മഹത്തായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുകൾ ഉണ്ട്. അതിൽ വളരെ ഒരാളാണ് ആരെന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ, അല്ലെ. അമേരിക്കൻ സ്റ്റേറ്റ്സ്മാൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സ്റ്റേറ്റ്മാൻ മീൻസ് നമുക്ക് എന്താണ്, രാജ്യത്തിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ. സ്റ്റേറ്റ് ഒഫീഷ്യൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. രാജ്യതന്ത്രജ്ഞൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. രാജ്യതന്ത്രജ്ഞൻ എന്നാണ് മലയാളത്തിലെ ഒറ്റ വാക്ക്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മീനിങ് പറയാം കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്സ്മാൻ ആണ്, അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ എബ്രഹാം ലിങ്കൺ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, അല്ലെ. ഒരുപാട് മഹത്തായിട്ടുള്ള അമേരിക്കൻ സ്റ്റേറ്റ്സ്മാനിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ. He is known for his celebrated speeches. നോക്കാം, ഇദ്ദേഹം പ്രശസ്തി ആർജിച്ചിട്ടുണ്ട് എന്തിനാ? For his celebrated speeches. What is celebrated speeches? Celebrated means അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹം അനവധി പ്രസംഗങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ. അദ്ദേഹത്തിന്റെ മിക്ക പ്രസംഗങ്ങളും വളരെയധികം എന്തുമാണ്, ഫേമസുമാണ്. ഓക്കെ, സോ ഹി ഈസ് നോൺ ഫോർ ഹിസ് സെലിബ്രേറ്റഡ് സ്പീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആളുകൾ കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള, സെലിബ്രേറ്റ് ചെയ്യുക, കൂടുതൽ ചിയർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചിയർ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത്തരം പ്രസംഗങ്ങളുടെ പേരിൽ ഇദ്ദേഹം എന്താണ്, ഹീസ് വെൽ നോൺ, അദ്ദേഹം വളരെയധികം പ്രശസ്തനാണ്. അപ്പൊ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പേരിൽ ഹീസ് വെരി മച്ച് നോൺ, അദ്ദേഹം വളരെ പ്രശസ്തനാണെന്ന് പറയാം. Here is the story of his first speech as a little boy. ഒരു കൊച്ചുകുട്ടി ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ആദ്യത്തെ സ്പീച്ച്, ആദ്യത്തെ പ്രസംഗമാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൺ നടത്തിയ ആദ്യത്തെ പ്രസംഗം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദിസ് അനക്ഡോട്ട് ഈസ് ടേക്കൺ ഫ്രം, എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ് ലിങ്കൺസ്. എബ് ലിങ്കൺ എന്നാണ് പറയുന്നത് എബ്രഹാം ലിങ്കന്റെ ഷോർട്ടാണ്. എബ് ലിങ്കൺസ് അനക്ഡോട്ട് ആൻഡ് സ്റ്റോറീസ് ബൈ R.D. വേർഡ്സ്വർത്ത്. അപ്പോൾ R.D. വേർഡ്സ്വർത്തിന്റെ അനക്ഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന, എബ് ലിങ്കൺസ് അനക്ഡോട്ട് ആൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ആ ബുക്കിൽ നിന്ന്, ആ പുസ്തകത്തിൽ നിന്ന് എടുത്ത കഥയാണ്, അനക്ഡോട്ടാണ് ഏതെന്ന് പറയുന്നത് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഈ പ്രസംഗം, അല്ലെ. ഈ പ്രസംഗം അല്ലെ ഈ അനക്ഡോട്ട്. ഓക്കെ, അപ്പോൾ എബ്രഹാം ലിങ്കൺ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തെ കുറിച്ചാണ് ഈ ചാപ്റ്റർ എന്ത് ചെയ്തത് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. made his first speech when he was a boy. എബ്രഹാം ലിങ്കന്റെ ഷോർട്ട് ഫോം ആയിട്ട് അവിടെ അവര് ഇദ്ദേഹത്തെ എബ്രഹാം ലിങ്കനെ എന്താണ്, എബ്രഹാം ലിങ്കന്റെ പെറ്റ് നെയിം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് എബ്രഹാം ലിങ്കനെ ക്ലോസ് കിത്ത് ആൻഡ് കിൻ, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എബ്രഹാം ലിങ്കനെ ഷോർട്ടായിട്ട് വിളിച്ചിരുന്നത് എബ് എന്നാണ് കേട്ടോ. നമുക്ക് എല്ലാവരും കാണും, വീട്ടിൽ വിളിക്കുന്ന ഒരു ചെല്ലപ്പേര് കാണും, അല്ലെ. എബ്രഹാം ലിങ്കന്റെ ചെല്ലപ്പേരായിരുന്നു എബ് എന്ന് പറയുന്നത്. സോ എബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച്. എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം നടത്തിയത്, മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. അദ്ദേഹം ആരായിരുന്നപ്പോഴാണ്, ഒരു കൊച്ചുകുട്ടി ആയിരുന്നപ്പോഴത്തേക്ക്, ഒരു ബോയ് ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം നടത്തുന്നത്. അതായത് മെച്ചൂർഡ് ആയിട്ടുള്ള അവസ്ഥയിലല്ല, അദ്ദേഹം ഒരു കൊച്ചുകുട്ടി ആയിരുന്ന സമയത്താണ് എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം നടത്തുന്നത്. ഗോയിങ് barefoot
his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. നോക്കുക, അപ്പോൾ എബ്രഹാം ലിങ്കന്റെ ആ അപ്പിയറൻസ് ഓർത്ത് വെച്ചിരിക്കും. എബ്രഹാം ലിങ്കന്റെ കുഞ്ഞിലെ കുട്ടിയായ സമയത്ത് അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ.